ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ നമ്മള് കൂട്ടാതെ കൂട്ടാം എന്ന് പറഞ്ഞൊരു അടിപൊളി ചാപ്റ്റർ ആണ്. അതിൽ നമ്മൾ ഗുണിക്കാനാണല്ലേ പഠിക്കുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കാല്ലേ. ആദ്യത്തെ ചോദ്യം തന്നെ എന്താണെന്നറിയോ, മനക്കണക്കായിട്ട് എഴുതാനാട്ടോ. അതായത് നമുക്ക് ഗുണിച്ചു നോക്കാൻ പറ്റില്ല, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റില്ല. മൾട്ടിപ്ലൈ ചെയ്യാതെ നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്തണം. ഇതാണ് നമ്മുടെ ചോദ്യം. നമ്മളിങ്ങനെ നോക്കിയിട്ട് തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്തണം. ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ ആദ്യത്തെ ചോദ്യം നിങ്ങൾ നോക്കിയേ, 25 × 12 = 300, 25 × 12 = 300 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണെന്നറിയോ, 25 × 24, 25 × 48, 25 × 6 ഇതൊക്കെ കണ്ടെത്തണം. ഏതൊക്കെയാണ്? 25 × 24, 25 × 48, 25 × 6. ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതാ നേരത്തെ പറഞ്ഞ പോലെ 25 × 12 300 ആണെന്ന് തന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ രണ്ട് ഭാഗത്തും 25 തന്നെയല്ലേ. ഇവിടെ എന്താണ് വ്യത്യാസം? 12ഉം 24ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? അതെ, 12ന്റെ ഇരട്ടിയാണ് 24. 12 × 2 ചെയ്താലാണ് നമുക്ക് 24 കിട്ടുക അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി എന്നറിയോ, നമ്മുടെ ഉത്തരത്തിലും 2 ഗുണിച്ചാൽ മതി. 300 × 2, 300ന്റെ ഇരട്ടി എത്രയാണ്? 600. അപ്പൊ 600 ആണ് നമ്മളുടെ ഉത്തരം. ഇനി അടുത്ത ചോദ്യത്തിലോ, 25 × 24ഉം 25 × 48ഉം. അത് 24ഉം 48ഉം തമ്മിൽ ബന്ധമുണ്ടല്ലോ. എന്താണ് ബന്ധം? 24 × 2 ആണ് അല്ലെ, 48. അപ്പൊ നമ്മുടെ ഉത്തരത്തിലും എന്ത് ചെയ്താൽ മതി? 600 × 2, 600 × 2 ചെയ്താൽ മതി. 600 × 2 എന്ന് പറയുമ്പോൾ 1200 കിട്ടിയല്ലേ. 1200 ആണ് നമ്മളുടെ ഉത്തരം. ഇനി നമ്മുടെ അവസാന ചോദ്യം നോക്കിക്കേ, 25 × 6, 25 × 6 എത്രയാണ് എന്നാണ് ചോദിച്ചത്. നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് 25 × 12 എന്ന് പറയുന്നത് 300 ആണെന്നല്ലേ. 12ഉം 6ഉം തമ്മിൽ എന്താണ് ബന്ധം? 12ന്റെ പകുതിയാണല്ലേ 6. 12ന്റെ പകുതിയാണ് 6. അപ്പൊ 300ന്റെ പകുതി എത്രയാണ്? അതെ, 300ന്റെ പകുതി എന്ന് പറയുന്നത് 150 ആണ്. മിസ്സേ 150 ആണ് എന്ന് എന്റെ മക്കള് പറയൂ അല്ലെ. കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് മനക്കണക്കായി കണ്ടുപിടിക്കുക എന്ന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. 15 × 98 + 15 × 2 = 1500. 15 × 98 + 15 × 2 = 1500. ഇതും മനക്കണക്കായിട്ട് ചെയ്യാൻ വേണ്ടി തന്നതാണ്. എളുപ്പമാണ്, എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. കാണുമ്പോൾ നിങ്ങൾക്ക് ടഫ് ആണോ, പേടിയാവുന്നുണ്ടാവില്ലേ ഇതൊക്കെ കാണുമ്പോൾ, പക്ഷെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ. 15 × 98ഉം 15 × 2ഉം. അപ്പൊ എന്താണിടാ? 15 ഉണ്ടെന്ന് മനസ്സിലായേ. ഇവിടെ 15 നിങ്ങൾ എഴുതി വെക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? 98 + 2 എത്രയാണ്? 100. 100 15നെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്രയായി? 1500 കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ അടുത്തത് നോക്കിക്കേ, 25 × 92, 25 × 8, 25 × 92, 25 × 8 അല്ലെ. 25നെ നമ്മൾ ഇവിടെ എഴുതി വെച്ചേ. 92 + 8, 92 + 8 എത്രയാണ്? 100 ആണ്. അപ്പൊ നമ്മള് 100 കൊണ്ട് 25നെ ഗുണിക്കുക. 25 × 100 എന്ന് പറയുന്നത് അതെ 2500 ആണ് എന്ന് കിട്ടി. ഇനി അടുത്ത ചോദ്യമോ ഇതുപോലെ തന്നെ 45ഉം 88 + 12 എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ 45 × 100 എന്ന് പറയുന്നത് 4500 ആണ്. ഇനി അടുത്തതോടാ 12 × 998, 12 × 998 + 12 + 2 അല്ലേ. 12 + 2 അല്ല, 12 × 2 ആണ് കേട്ടോ. +12 × 2 ആണ്. അപ്പൊ 12നെ നമ്മൾ ഇവിടെ എഴുതി വെച്ചു. ഇനി എന്താണ്? 998 + 2, 998 + 2 എന്ന് പറയുന്നത് 1000 ആണ് അല്ലേ. അപ്പൊ 12 × 1000 ആണ് ചെയ്യേണ്ടത്. 12 × 1000 ആണ് ചെയ്യേണ്ടത്. അപ്പൊ എത്രയായിടാ? 12 × 1000 എന്ന് പറയുന്നത് 12,000 ആണ്. ഇനി അടുത്തത് 26 × 992ഉം 26 × 8ഉം 26 എഴുതി വെച്ചു. അതിന്റെ കൂടെ 1000 നമ്മൾ ഗുണിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം 125 × 98 + 125 × 2 എത്രയാണ് എന്നുള്ളത് എന്റെ മക്കള് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്കൊരു ചോദ്യം കൂടെ ചെയ്തിട്ട് നിർത്താം കേട്ടോ. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, ഒന്നിന് 26 രൂപ വിലയുള്ള ഒരു ഡസൻ കളർ പേനകളാണ് മനുവിന് കൂട്ടുകാർ സമ്മാനമായി നൽകിയത്.
ഒരു പേനയ്ക്ക് എത്രയാണ്? ഒരു പേനയ്ക്ക് 26 രൂപയാണ്. ഒരു പേനയ്ക്ക് 26 രൂപയാണ്. ഒന്നിന് 26 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനുവിന്റെ ഫ്രണ്ട്സ് കൊടുത്തത് എത്ര പേനകളാണ്? ഒരു ഡസൺ പേനകള്. മനൂസ് ഫ്രണ്ട്സ് ഗേവ് എ ഡസൺ കളർ പെൻസ് ആസ് ഗിഫ്റ്റ്. The price of one pen is 26 rupees. How much did they spend to buy the pens? അല്ലേ മക്കളെല്ലാവരും കടയിലൊക്കെ പോയിട്ട് വളകളൊക്കെ വാങ്ങിയിട്ടുണ്ടാവില്ലേ? വളകളൊക്കെ വാങ്ങുമ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്കൊരു കവറിൽ ഇങ്ങനെ പാക്ക് ഒക്കെ ചെയ്തിട്ടായിരിക്കൂലേ വളരെ വളകൾ ഉണ്ടാവുക. അതെന്താണ്? അതിനെയാണ് നമ്മൾ ഒരു ഡസൺ എന്ന് പറയുന്നത് അല്ലേ? ഒരു ഡസൺ എന്ന് പറയുന്നത് 12 എണ്ണം ഉണ്ടാകും. അപ്പൊ വളയുടെ പാക്കേജ് തരുമ്പോൾ അതിൽ 12 വളകൾ ഉണ്ടാവും. ഒരു ഡസൺ വള എന്നല്ലേ നമ്മൾ പറയാ. അതുപോലെ തന്നെ ഒരു ഡസൺ പെൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 12 പേനകൾ ഉണ്ടാകും അല്ലെ. അപ്പോ ഒരു പേനയ്ക്ക് 26 രൂപയാണെങ്കിൽ 12 പേനയ്ക്ക് എത്രയാണ്? 26ന് നമ്മൾ 12 വട്ടം കൂട്ടണം. അതിന് പകരം എന്ത് ചെയ്താൽ മതി? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 26നെ 12 കൊണ്ട് ഗുണിച്ചാൽ മതി മിസ്സേ എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും അല്ലെ. അതേ ശരിയാണ്. 26 into 12 ചെയ്താൽ മതി. 2 ഗുണം 6 അഥവാ 2 into 6 എന്ന് പറയുന്നത് 12 ആണ്. 2 into 2 2 ഗുണം 2 4 ആണ്. പ്ലസ് 1 എന്ന് പറയുന്നത് 5. പിന്നെ എന്താണ്? ഇവിടെ ഒരു 0 ഇട്ടു. ഇനി നമ്മളെ 10ന്റെ സ്ഥാനത്ത് 1 അല്ലേ ഉള്ളത്? 1 ഗുണം 6 എന്ന് പറയുന്നത് 6 ആണ്. അത് നേരെ താഴെ അല്ലെ. 10ന്റെ സ്ഥാനത്തിന്റെ നേരെ താഴെ മിസ് എഴുതി വെച്ചു 6നെ. ഇനിയോ 1 ഗുണം 2 എന്ന് പറയുന്നത് 2 ആണ്. അതെങ്ങോട്ടേക്ക് എഴുതി? ഇടത് വശത്തേക്ക് എഴുതി അല്ലേ. ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കിയിട്ട് മിസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടി നോക്കാം. 2 + 0 2 ആണ്. 5 + 6 11. 2 + 1 312. അപ്പൊ എത്രയായി? ഒരു ഡസൺ പേനയ്ക്ക് 312 രൂപയാണ്. സെറ്റ് അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഇനിയും രസകരമായ ചോദ്യങ്ങളായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.